ഹലോ. അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 5 അതായത് ഫ്രൈഡേ എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. സോ വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റിവ്യൂവിലോട്ട് കിടക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ രേണു സുധിയുടെ ഒരു ഷോ ഓഫ് അവിടെ ഫസ്റ്റ് നമുക്ക് കാണാം. കാരണം എനിക്ക് പെട്ടെന്ന് ഓർമ്മ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സീസൺ 2 ഒരു കരച്ചിലുണ്ടല്ലോ, അതായത് അമ്പൂച്ച എന്ന് വിളിച്ചിട്ടുള്ള. എനിക്ക് ആ ഒരു കരച്ചിലാണ് ഇന്ന് ശരിക്കും രേണുസുധിയുടെ ഒരു എനിക്ക് തോന്നുന്നില്ല. കാരണം രേണുസുധി പറയുന്നുണ്ട്, അയ്യോ എന്നെ ആശ്വസിപ്പിക്കും, ഇവിടെ ആരുമില്ല, എൻ്റെ കരച്ചിൽ കാണാൻ ഇവിടെ ആരുമില്ലല്ലോ എന്നൊക്കെ രേണുസുധി പറയുന്നുണ്ട്. അത് അഭിനയമാണോ അതോ റിയൽ ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്നാലും ആൾക്കാരുടെ ഇമോഷൻ അല്ലേ. പിന്നെ അതുപോലെ തന്നെ തൊട്ട് പിന്നാലെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രേണുസുധിയും അനീഷുമായിട്ടുള്ള ഫൈറ്റാണ്. അത് കാര്യം എന്താണെന്ന് ശരിക്കും കൃത്യത മനസ്സിലായാലും അറിയാമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ശരിക്കും അതിൽ അനീഷ് മോശമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. കാരണം ആരാണ് ഈ സുധി എന്ന് ചോദിക്കുന്നുണ്ട്. അത് ആർക്കും അറിഞ്ഞിടാത്ത കാര്യമൊന്നുമല്ല ആരാണ് സുധി എന്നുള്ളത്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് അനുമോള് വരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ. കാരണം ആരാണ് സുധി എന്നുള്ളൊരു ചോദ്യം വേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അനുമോള് വരെ തിരിച്ച് പറയുന്നുണ്ട് അനീഷിനെ. ശരിക്കും അനീഷ് ഇന്ന് ഭയങ്കര ഓവറായിരുന്നു. ഭയങ്കര ഓവറെന്ന് വെച്ചാൽ ഭയങ്കര ഓവറായിരുന്നു. കാരണം അനീഷിൻ്റെ ഗെയിം ഇപ്പം ഏൽക്കുന്നില്ല ഒരിടത്തും. അതുമാത്രമല്ല അക്ബർ പിന്നീട് നടന്നെന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിട്ട് ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടാണല്ലേ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണല്ലേ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ബുദ്ധിമുട്ടാണ് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ മനീഷ് മാത്രം അവിടെ എന്തോ അയാൾ ആളാവാൻ നോക്കാൻ വേണ്ടി മെയിൻ അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല, സന്തോഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വളരെ മോശമാണ്. കാരണം അതുപോലെ തന്നെ അക്ബർ മാക്സിമം കളക്ട് ചെയ്ത് നേരത്തെ വന്നു, കുറച്ചുകൂടെ കളക്ട് ചെയ്യണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നി. എല്ലാവരും പറഞ്ഞ എടുക്കണമെന്ന് പറഞ്ഞിട്ടും ആരും അക്ബർ എന്നിട്ട് കേൾക്കാൻ പറ്റില്ല. കാരണം ഇവരെല്ലാം സോഫയിലിരിക്കുകയാണ്, അക്ബർ മാത്രം ഗാർഡനിലിരിക്കുകയാണ്. ഇവരിത് കേൾക്കുന്നില്ലല്ലോ, അക്ബർ കേൾക്കുന്നില്ലല്ലോ. അപ്പം അക്ബർ കളക്ട് ചെയ്ത പോയിന്റുമായിട്ട് നമ്മുടെ ലിവിങ് ഏരിയയിലോട്ട് വരുന്നുണ്ട്. നമ്മുടെ അനീഷ് പോയിന്റ്സ് തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും അനീഷ് നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അനീഷ് വന്ന് പോയിന്റ്സ് എല്ലാം കൂടെ ഇങ്ങനെ കളക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. കളക്ട് ചെയ്ത് നോക്കുമ്പം വലിയ ആധികാരികമായിട്ട് മതി. അനീഷ് പറയാണ് ബിഗ് ബോസ് ഇത് ഇത്രയും പോയിന്റ്സ് ഉണ്ട്, ഇത് നോക്കും, ഇത്രയും കാര്യങ്ങൾ. ആദ്യം അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനീഷ് എടുത്ത ഐറ്റംസ് ഏതൊക്കെയാണെന്ന്. ന്യൂഡിൽസ് എടുത്തിട്ടുണ്ട്, ബർഗർ എടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ബിരിയാണി എടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അക്ബർ എടുത്തു. എന്നിട്ട് പറയാണ് ബിഗ് ബോസ് ഇത് പോയിന്റിനേക്കാൾ കൂടുതലുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അനീഷ് അവിടെ ഒരു ഗെയിമോ ഷോ ഓഫ് ഇറക്കുന്നുണ്ട്. പക്ഷെ വീട്ടുകാരെല്ലാവരും അനീഷിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർ അനീഷിനെതിരെ അതങ്ങനെ പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. കാരണം ഇത്രയും കുടുംബാംഗങ്ങളായിട്ട് ഒരു കുടുംബത്തിന് അംഗമായിട്ടുള്ള താങ്കൾ എന്തിന് കുടുംബത്തിനെതിരെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര അക്ബർ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അക്ബർ കളക്ട് ചെയ്ത കോയിൻസ് ഒക്കെ വലിച്ചെറിയുന്നുണ്ട്. അതുമാത്രമല്ല എല്ലാവരും അനീഷിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരികയാണ് ആ ടൈമിൽ. ഇതിനിടയ്ക്കാണ് അപ്പാനിയും അനീഷും തമ്മിലൊരു വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട്. കാരണം അപ്പാനിയോട് പറയുന്നുണ്ട് ആർട്ടിസ്റ്റുകളാ ഒരു വിലയുമില്ല, ഞങ്ങളും ഇതുപോലെ ജീവിച്ച് തന്നെ വന്നതെന്ന്. ശരിക്കും ഇന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇന്ന് അപ്പാനിയുടെ ഭാഗത്താണ് ഇത്തിരി ന്യായം. കാരണം അങ്ങനെ എല്ലാവർക്കും ഒരേ വില കൊടുക്കണം. അങ്ങനെ അപ്പാനി ആർട്ടിസ്റ്റുകൾക്ക് ഒരു വില, കാരണം അവരും ജീവിതത്തിൽ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് അവർ മുന്നോട്ട് വന്നത്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. പക്ഷെ അവരെങ്ങനെ മോശമായിട്ട് അനീഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയാണ്. കാരണം ഹോസ്റ്റായിട്ടുള്ള ലാലേട്ടൻ പോലും ഇതുപോലെ ആർട്ടിസ്റ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഹോസ്റ്റായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ പിന്നെയാണ് നമ്മുടെ ആ ഒരു ഫൈറ്റ് തുടങ്ങുന്നത്. അതായത് ഒണിയലും റെനയുമായിട്ടുള്ളൊരു ഫൈറ്റ് തുടങ്ങുന്നത്. ഈ ഒണിയൽ പറയുന്നുണ്ട് റെന അവിടെ ഒരു ടാലൻറ്റും ഇല്ലാത്ത ആളാണെന്ന്. പക്ഷെ ഒണിയലിനേക്കാൾ റെന അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. എനിക്കെന്തോ ആ ഒരു പരാമർശത്തോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഒണിയലിനേക്കാൾ കോണ്ടന്റ് റെന അവിടെ കൊടുക്കുന്നുണ്ട്. ഈ ഒണിയൽ അവിടെ കിച്ചണിൽ ഒരു ദേഹണ്ടക്കാരനായിട്ടുള്ള ഗെയിം അവിടെ കളിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ആ കിച്ചണിലുള്ള എല്ലാവരും റെനയ്ക്കെതിരെ അഗെയിൻസ്റ്റ് ആണ് നിൽക്കുന്നത്. റെന അവിടെ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. പക്ഷെ പിന്നീട് കരച്ചിലാവുന്നുണ്ട്, വിഷമം ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ ആ ഒരു ഫൈറ്റ് അങ്ങനെ പോവുകയാണ്. പിന്നീട് നേരെ വന്നത് നമ്മുടെ ക്യാപ്റ്റൻസിയാണ്. ക്യാപ്റ്റൻസിയിൽ അവർ സെലക്ട് ചെയ്ത് വിടുന്നത്, അതായത് കോയിൻ കളക്ട് ചെയ്തവരെ മാത്രമേ ക്യാപ്റ്റൻസിയിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പോൾ അനീഷ് അയ്യോ എല്ലാവരും എൻ്റെ പേര് പറയൂ ഇല്ലയോ, അങ്ങനെ കൊള്ളാമെന്ന് പറഞ്ഞ് അനീഷ് അവിടെ കിടന്നിങ്ങനെ ചൂടുന്നുണ്ട്. പക്ഷെ അനീഷിൻ്റെ പേര് ആരും പറയുന്നില്ല.
അങ്ങനെ ഭൂരിഭാഗം വോട്ടോട് കൂടിയിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് പോകുന്നത് ബിന്നി സെബാസ്റ്റ്യൻ, ഷാനവാസ്, അതുപോലെ അഭിലാഷുമാണ്, അതായത് അഭിശ്രീയാണ് പോകുന്നത്. അതിൽ ഷാനവാസാണ് വിൻ ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു അടിച്ചിടുന്ന, അതായത് ഇവരുടെ ആ ഡമ്മി അടിച്ചിടുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അതിൽ ഷാനവാസ് വിൻ ചെയ്യുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒനിയലാണ് ഈ ആ വീല് കറക്കിയത്. അത് പ്രോപ്പർ അല്ലായിരുന്നു എന്ന് എനിക്കൊരു ഫീൽ ചെയ്തത്. കാരണം ഒനിയൽ അത് നേരാവണ്ണം വീല് നന്നായിട്ട് കറക്കുക തന്നെ വേണം. പക്ഷെ ഇയാൾ കറക്കുന്നില്ല, ഇയാൾ നിർത്തി കൊടുത്തു. അപ്പം അങ്ങനെ ഷാനവാസ് അവിടെ കൊടുന്ന് അടിച്ചിടുന്നുണ്ട്, ആ ഒരു ഡമ്മി അടിച്ചിടുന്നുണ്ട്. അങ്ങനെ ഷാനവാസ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായി. പിന്നെ ജയിൽ നോമിനേഷൻ വന്നു. ജയിൽ നോമിനേഷനിൽ ക്യാപ്റ്റന്റെ പവർ യൂസ് ചെയ്ത് അനീഷ് അപ്പാനെ ഡയറക്ട്ലി ജയിലിലേക്ക് ഇട്ടു. പിന്നെ എല്ലാവരും കൂടെ സെലക്ട് ചെയ്ത് ജയിൽ നോമിനേഷൻ അനിമോളെയാണ് ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ അനിമോളേക്കാൾ ജയിലിലേക്ക് പോകാനുള്ള യോഗ്യതയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. ചിലരൊക്കെ അവരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ RJ ബിൻസി, രേണുസുധിയുടെ പേരാണെന്ന് തോന്നുന്നു എനിക്ക് പറഞ്ഞത്. പക്ഷെ RJ ബിൻസി അവരുടെ പേര് പറഞ്ഞു. രേണുസുധി തന്നെയാണ്. അത് ന്യായമായിട്ട്, കാരണം രേണുസുധി ഒരു ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല, ചുമ്മാ എന്തെങ്കിലും ഒരു കോണ്ടന്റ്, എല്ലാ ആഴ്ചയിലും ഒരു കോണ്ടന്റ്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ചിലർ ശൈത്യയുടെ പേര് പറയുന്നുണ്ട്. ശൈത്യം ഒരു ഗെയിമും അവിടെ കളിക്കുന്നില്ല, ശൈത്യം കളിച്ച് ഞാൻ കണ്ടിച്ചില്ല. പിന്നെ നെവിൻ RJ ബിൻസിയുടെ പേര് പറയുന്നുണ്ട്. അപ്പം RJ ബിൻസി പുറത്ത് തന്നെ കിടക്കുകയാണ്, അങ്ങനെയാണെന്നൊക്കെ കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്, അവിടുത്തെ ഒരു ഗെയിം പോലും കളിക്കുന്നില്ല. പക്ഷെ അത് ബിൻസി കൊള്ളുന്നുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും പറഞ്ഞ് അനുവിനെ ജയിലിലേക്ക് വിടുകയാണ്. അപ്പാനിയും അനുവും ജയിലിലേക്ക് പോവുകയാണ്. പിന്നീടാണ് നെവിനും ബിൻസിയുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നത്. നെവിനും ബിൻസിയുമായിട്ട് നല്ല ഫൈറ്റ് നടക്കുന്നെങ്കിൽ ബിൻസി അവിടെ തോറ്റു പോകുന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം നെവിൻ അവിടെ നല്ല വൃത്തി പറഞ്ഞ് നെവിൻ വിടുന്നുണ്ട്. പക്ഷെ നെവിനെ സംബന്ധിച്ചിടത്തോളം നെവിൻ നല്ല ഗെയിമാണ്, നല്ലൊരു ഗെയിമറാണ് അവൻ. റിയാസ് സലീമിനെ നെവിൻ ആക്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നെവിൻ അത്യാവശ്യം നല്ലൊരു ഗെയിമർ തന്നെയാണ്. എനിക്ക് നെവിൻ ഗെയിം കളിച്ച് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫൈറ്റും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. RJ ബിൻസി മുട്ടി നിൽക്കുന്നില്ല, പോവുകയാണ്. കാരണം ബിൻസിയുടെ കൈവിട്ടങ്ങ് പോവുകയാണ്. പിന്നീട് ഇവർ നേരെ ജയിലിലേക്ക് വിടുകയാണ്. ജയിലിലെ ഉദ്ഘാടനം നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള അനീഷാണ് ജയിലിലെ ഉദ്ഘാടനം നടത്തുന്നത്. പിന്നീട് അവിടെ വെച്ച് അപ്പാനിയും അനുമോളും ദുഷ്മനെല്ലാം വെട്ടിച്ച് നേരെ അവർ കട്ട ചങ്കുകളായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അവരെ ഫസ്റ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അനീഷിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അനീഷിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കാനും അനീഷിനെ പുറത്താക്കാനുള്ള പരിപാടിയാണ് അവർ രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നത് അവിടെ ഇരുന്ന്. പിന്നെ നമ്മുടെ നാരായണിയും ആ മതിലുകളില്ലേ, അതായത് ജയിലിൻ്റെ അതിൻ്റെ ഡയലോഗൊക്കെ പറഞ്ഞ് ചപ്പാത്തി വരുത്തുന്നുണ്ട്. അല്ല, അവർ അനീഷിനെതിരെയും അവിടെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഉള്ളത്, അതും ഒരു വാക്കേറ്റിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ ശരിക്കും അനീഷ് പറഞ്ഞ പോലെ അനീഷ് ഒരു സ്ത്രീ വിരോധിയായി. പക്ഷെ അവിടെ അനുമോള് വുമൻ കാർഡ് ഇറക്കിയിട്ടുണ്ട്. കാരണം ഞാനൊരു സ്ത്രീയല്ലേ എന്നും പറഞ്ഞുകൊണ്ട്, ഞാനൊരു പെൺകുട്ടിയല്ലേ, എനിക്കുമില്ലേ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് അനുമോള് എനിക്കൊരു വുമൻ കാർഡ് ഇറക്കിയത് തന്നെയാണ്, ശരിക്കും വുമൻ കാർഡ് ഇറക്കിയത് തന്നെയാണ്. അതുപോലെ ഇവർ ആ ചപ്പാത്തി പരത്തിയിട്ട് പിന്നെയും അവർ കിടക്കാൻ പോയപ്പോൾ പിന്നെയും ടാസ്ക് വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇവർ വാഷ്റൂമിൽ പോകുമ്പം ഹൈഡ് ആൻഡ് സീക്ക് ഒളിച്ച് കളിക്കുന്നൊക്കെ ഉണ്ട്, അടുക്കളയിലോട്ടൊക്കെ പോയി ഒളിച്ച് കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട് അർദ്ധരാത്രിയിലുള്ള കോണ്ടന്റ് എന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. പക്ഷെ അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ഇവരെ ഉറക്കാൻ ബിഗ് ബോസ് സമ്മതിക്കുന്നില്ല, 7ന്റെ പണിയല്ലേ, അപ്പോൾ ഉറക്കാൻ മിക്കവാറും സമ്മതിക്കില്ല. ശരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും നമുക്ക് ആ ഫസ്റ്റ് ഡേയിലുണ്ടായിരുന്ന അനീഷിൻ്റെ കോണ്ടന്റ് ഫ്ലോപ്പ് ആയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അനീഷിൻ്റെ ആ കോണ്ടന്റ് ഇപ്പോൾ അവിടെ ആർക്കും ഏൽക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം അനീഷിൻ്റെ ആ ഒരു കോണ്ടന്റ് ഇപ്പം അവിടെ ഏൽക്കുന്നില്ല എന്നുള്ള ഒരു ഫീൽ തന്നെയാണ് എനിക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ചിലർ ഗെയിം കളിച്ചു തുടങ്ങാൻ, അടുത്ത ആഴ്ച ഗെയിം കളിച്ചു തുടങ്ങാനുള്ള ഒരു പ്ലാനൊക്കെ ചിലരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒനിയലൊക്കെ ഒരു ഗെയിമും അവിടെ കളിക്കുന്നില്ല, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കളയിൽ നടക്കുന്നു, അത്രേ ഉള്ളൂ. ഒനിയൽ ഇന്നാണ് ഇത്തിരി വാതറന്ന് ഞാൻ കണ്ടത്, വേറൊരു കോണ്ടന്റ് ഒനിയൽ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും ഗെയിം കളിക്കാതെ ചിലരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇനി വരുമെന്ന് അറിയില്ല, കാരണം നാളെ വീക്കെൻഡ് എപ്പിസോഡാണ്, ലാലേട്ടൻ വരുന്ന ദിവസമാണ്. നാളെ എന്തായിരിക്കും ലാലേട്ടൻ ഇവരോട് ചോദിക്കാൻ പോകുന്നത്, എന്തിനൊക്കെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് ആയിരിക്കും അവിടെ നടക്കുന്നതെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ എൻ്റെ റിവ്യൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസുമായിട്ടുള്ള നിങ്ങളുടെ റിവ്യൂ എന്താണെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം താങ്ക് യു.